ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫോർത്ത് സെമ്മുകാരുടെ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ് എന്ന പേപ്പറിൽ 4ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറയാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 4ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റ് നിയോ ക്ലാസിസിസമാണ്. നവ സാമ്പത്തിക ശാസ്ത്രത്തെ ക്ലാസിക്കൽ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തെ കീ ഫിഗേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് ആണ്. നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് അല്ലെങ്കിൽ നവ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനികളായിട്ടുള്ള ആളുകളാണ്. അവരുടെ സംഭാവനകളും ചോദിക്കുക. ആളുകളെ ചോദിക്കുന്നതോടൊപ്പം നമ്മളോട് അവരുടെ സംഭാവന കോൺട്രിബ്യൂഷൻസ് ചോദിക്കുക കേട്ടോ. നമുക്ക് നവ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രം 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലാണ് രൂപം കൊണ്ടത്. അത് ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള ആശയങ്ങളെ അടിസ്ഥാനമാക്കി മാർജിനൽ വിശകലനം, ഉപഭോക്തൃ തെരഞ്ഞെടുപ്പ് സിദ്ധാന്തം, അതുപോലെ തന്നെ ഉൽപ്പാദന പ്രവർത്തനം എന്നിവയിലാണ് കൂടുതൽ കൃത്യതയോടെയും ഗണിതശാസ്ത്രപരമായ രീതിയിലും വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി ആരൊക്കെയാണ് അതിലെ പ്രധാനികളായിട്ടുള്ളത്? ഒന്ന് വില്യം സ്റ്റാൻലി ജവോൺസാണ്. ബ്രിട്ടനിൽ നിന്നുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം മാർജിനൽ യൂട്ടിലിറ്റിയുടെ ആശയം അവതരിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് 1871 പ്രസിദ്ധീകരിച്ച തിയറി ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്നത്. പിന്നെ മറ്റൊരാളാണ് കാൾ മെഞ്ചർ. നേരത്തെ നമ്മൾ മുൻ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കാൾ മെഞ്ചർ ഓസ്ട്രിയക്കാരനാണ്. ഓസ്ട്രിയൻ സ്കൂളിൻ്റെ സ്ഥാപകനുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് 1871 തന്നെ പ്രസിദ്ധീകരിച്ച പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നത്. മൂല്യം ഉൽപ്പാദനത്തിൽ അടങ്ങിയിട്ടില്ല, മറിച്ച് ഉപഭോഗത്തിൻ്റെ ആശയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വാദം. പിന്നെ മൂന്നാമത്തെ ആളാണ് ലിയോൺ വാൾറാസ്. ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. ജനറൽ ഇക്വിലിബ്രിയം തിയറിയുടെ പിതാവായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? ലിയോൺ വാൾറാസിനെ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് 1874 പ്രസിദ്ധീകരിച്ച എലമെൻറ്റ്സ് ഓഫ് പ്യുവർ എക്കണോമിക്സ് എന്നുള്ളത്. ഇനി 4ാമത്തെ ആളാണ് ആൽഫ്രഡ് മാർഷൽ. ബ്രിട്ടനിൽ നിന്നുള്ള ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് 1890 പ്രസിദ്ധീകരിച്ച പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം മാർജിനൽ ആശയങ്ങളും പദാർത്ഥപരമായ സമയ ആശയവും വ്യക്തതയോടെ അവതരിപ്പിച്ച വ്യക്തിയാണ്. ഇനി 5ാമതാണ് വിൽഫ്രെഡോ പരേറ്റോ. ഇറ്റലിക്കാരനാണ്. അതൊരു എഫിഷ്യൻസി എന്ന ആശയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? വിൽഫ്രെഡോ പരേറ്റോ. മറ്റൊരാളാണ് ഫ്രാൻസിസ് എഡ്ജ്വർത്ത്. ബ്രിട്ടനിൽ നിന്നുള്ള ആൾ തന്നെയാണ്. അതായത് ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. എഡ്ജ്വർത്ത് ബോക്സ് എന്നത് ഒരു വിപണിയിൽ 2 ഉപഭോക്താക്കളുടെയും മാർജിനൽ ഉപഭോഗം ചേർത്ത് വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്. ഇതാണ് എഡ്ജ്വർത്ത് ബോക്സ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് 1881 പ്രസിദ്ധീകരിച്ച മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഇത്രയും ആളുകളാണ് നവ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനികളായിട്ടുള്ള ആളുകൾ. ഇനി നമുക്കിതിന്ന് ടോട്ടണമെൻറ്റ് അല്ലെങ്കിൽ ടാറ്റോണമെൻറ്റ് എന്ന് പറയും. സാമ്പത്തിക ശാസ്ത്രത്തിലെ ടാറ്റോണമെൻറ്റ്, വാട്ട് ഈസ് ദ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. ടാറ്റോണമെൻറ്റ് പ്രോസസ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ഇതിൽ നിയോ ക്ലാസിക്കൽ എക്കണോമിയിൽ ടാറ്റോണമെൻറ്റ് പ്രക്രിയയും അതിൻ്റെ പ്രാധാന്യവും നോക്കാം. നമുക്ക് എന്താണ് ടാറ്റോണമെൻറ്റ്? ടാറ്റോണമെൻ്റ് എന്ന് പറയുന്നത് ആശയപരമായിട്ട് നിശ്ചിത നിബന്ധനകൾക്കിടയിൽ നിർവചനപരമായിട്ടോ അല്ലെങ്കിൽ തർക്കാതീതമായിട്ടോ സത്യമായി തുടരുന്ന പ്രസ്താവനകൾ എന്നാണ് അർത്ഥം വരുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് നിയോ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ടാറ്റോണമെൻ്റ് പ്രക്രിയ എന്നത് ചില അടിസ്ഥാന ഉപാധികൾ ഉൾക്കൊള്ളുന്ന അനുമാനങ്ങൾ അടിസ്ഥാനമാക്കി തർക്കാതീതമായിട്ട്, അതായത് തർക്കമില്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതിയാണ്. ഇത് മിക്കപ്പോഴും ഗണിത സൂത്രങ്ങളുടെയും മോഡലുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. ഒന്നാമത്തത് സങ്കല്പിത ഉപാധികളാണ്. അതായത് ഉപഭോക്താവ് തൃപ്തിപരപ്രദമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന, അപ്പോൾ സങ്കല്പിത ഉപാധികളാണ്. രണ്ടാമത്തത് ഇതിൽ വരുന്നത് ശാസ്ത്രീയമായ കൃത്യതയാണ്. അങ്ങനെ ഗണിതശാസ്ത്ര അടിസ്ഥാനത്തിലായതുകൊണ്ട് അതിന് ശാസ്ത്രീയ കൃത്യത ഉണ്ടാകുന്നു. മൂന്നാമത്തതിൽ വരുന്നത് തത്വപരമായ അനന്തരഫലങ്ങൾ. ഉപാധികൾ നീട്ടിക്കഴിഞ്ഞാൽ എന്താണ്? തത്വചിന്തപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൂടെ പിന്നീട് പ്രവചിക്കപ്പെടുക. തത്വപരമായ അനന്തരഫലങ്ങൾ കിട്ടും എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് തത്വചിന്തയുടെ ശുദ്ധതയാണ്. അങ്ങനെ കിട്ടുന്ന തത്വചിന്തയ്ക്ക് ശുദ്ധതയുണ്ട് എന്നുള്ളത്. മറ്റൊന്ന് ശാസ്ത്രീയമായ കൃത്യത. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ,
തത്വചിന്തയുടെ ശുദ്ധത, പിന്നെ മോഡലുകളുടെ ആകൃതീകരണം, മോഡലുകൾക്ക് ഓരോ ആകൃതി നൽകപ്പെടും എന്നുള്ളതാണ്. പിന്നെ അനുമാനിക്കാനുള്ള കഴിവ്, അനുമാനിക്കൽ കഴിവ് എന്ന് പറയും. സങ്കല്പിത നിബന്ധനകളിൽ നിന്ന് നയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും എന്ന് അനുമാനിക്കാനുള്ള, സിദ്ധാന്തപരമായിട്ട് കൃത്യമായി അനുമാനം എത്തിക്കാനുള്ള ഒരു കഴിവ്. ഇനി എന്തൊക്കെയാണ് ടാറ്റോണമെൻ്റ് പ്രക്രിയയുടെ പരിമിതികൾ, ലിമിറ്റേഷൻസ്, പോരായ്മകൾ നോക്കാം. ഒന്നാമത്തത്, യാഥാർത്ഥ്യത്തിലെ മനുഷ്യ പെരുമാറ്റം എല്ലായ്പ്പോഴും തൃപ്തിപ്രദമായിട്ട് ഉള്ള ഒന്നായിരിക്കില്ല എന്നുള്ളത്. മറ്റൊന്ന്, പലതും അനുഭവപരമായി പരിശോധിക്കാനാകാത്ത സങ്കല്പങ്ങളായിരിക്കും. പിന്നൊന്ന്, തത്വപരമായ സത്യമാകുമ്പോഴും പ്രായോഗികമായ യാഥാർത്ഥ്യം പലപ്പോഴും മാറാം എന്നുള്ളത്. തത്വത്തിൽ സത്യമാണെങ്കിലും പ്രായോഗിക തലത്തിൽ അതിനെ നമുക്ക് സത്യമായിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകും എന്നുള്ളത്. ഇതിൽ റോൾ ഓഫ് മണി ഇൻ നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ്, നവസാമ്പത്തിക ശാസ്ത്രത്തിൽ പണത്തിൻ്റെ പങ്ക് എന്താണ് എന്നുള്ളത്. നിയോ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പണം പ്രധാനമായും വിനിമയത്തിൻ്റെ സ്വഭാവം എളുപ്പമാക്കുന്ന നിരപേക്ഷ മാധ്യമം എന്ന നിലയിലാണ് കാണുന്നത്. പണം ചില അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ സ്വയം സ്വാധീന ശക്തി വളരെ കുറവാണ് എന്നതാണ് നവ ക്ലാസിക്കൽ എക്കണോമിക്സുകളുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ വിശ്വാസം. പണം ഒരിക്കലും ഉൽപ്പാദനത്തെ നേരിട്ട് പങ്കാളിയല്ല എന്നാണ് അവർ പറയുന്നത്. പണം ഒരു മൂടിപ്പ് അല്ലെങ്കിൽ ഒരു മാറ്റിവെക്കലാണ്. അത് വസ്തുതയെ മറിച്ചിടുന്നതിനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതിനാൽ തന്നെ പണത്തിൻ്റെ അളവ് മാറ്റിയാലും വാസ്തവിക ഘടകങ്ങൾക്ക് സത്യത്തിൽ എന്ത് സംഭവിക്കുന്നില്ല, മാറ്റം ഉണ്ടാകില്ല എന്നാണ് ആര് പറയുന്നത്, നവ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറയുന്നത്. പണം നാമമാത്രമായൊരു ഘടകമാണ്, എന്നാൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് എന്നിവ വാസ്തവിക ഘടകങ്ങൾ. അപ്പോൾ പണത്തേക്കാൾ വാസ്തവികമാണ് ഇതൊക്കെ, ഔട്ട്പുട്ട്, പണം കൊടുത്ത് വാങ്ങുന്ന മൂല്യവും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്, തൊഴിലും എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്, പണത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നോക്കണം. ഒന്ന്, പണം ഒരു വിനിമയ മാർഗമാണ്. വസ്തു കൊടുത്ത് വസ്തു വാങ്ങുന്നതിന് പകരമാണല്ലോ നമ്മൾ പണം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഒരു വിനിമയം എന്ന് പറഞ്ഞാൽ കൈമാറ്റത്തിനുള്ള ഉപാധിയാണ്, വിനിമയ മാർഗമാണ്. മറ്റൊന്ന് അക്കൗണ്ടിങ് യൂണിറ്റാണ്, അളക്കാനുള്ള, അതായത് ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഭൂമിയുടെയോ ഒക്കെ അളവ് കാണാനുള്ള അക്കൗണ്ടിങ് യൂണിറ്റാണ്. പിന്നെ മൂല്യസംഭരണിയാണ്, അതായത് പണം വരും കാലത്തിന് വേണ്ടിയിട്ട് ശക്തിയുള്ള പൈസയായിട്ട് സൂക്ഷിക്കാൻ കഴിയുമല്ലോ, അപ്പോൾ ഒരു സംഭരണ മൂല്യം ഉള്ള വസ്തു കൂടിയാണ്. പിന്നെ വ്യത്യസ്തമായി നൽകേണ്ട പേയ്മെൻറ്റാണ്. വ്യത്യസ്തമായിട്ട് നിൽക്കേണ്ട പേയ്മെൻറ്റ് പറഞ്ഞാൽ എന്താ, പണം പല ആവശ്യങ്ങൾക്ക് പല രീതിയിൽ പല അളവുകളിലാണല്ലോ കൊടുക്കുക, എല്ലാത്തിനും ഒരേ വിലയില്ലല്ലോ വരിക. അങ്ങനെ വ്യത്യസ്തമായിട്ട് നൽകേണ്ട ഒരു പേയ്മെൻറ്റ് കൂടിയാണ് പണം. ഇനി ഇതിൽ നമുക്ക് അടുത്തത് സോഴ്സ് ഓഫ് പ്രോഫിറ്റ് ഇൻ നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ്. നിയോ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ലാഭത്തിൻ്റെ ഉറവിടം, സോഴ്സ് എന്താണ് നോക്കുക. നിയോ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ ലാഭം എന്നത് ഉൽപ്പാദന ഘടകങ്ങളുടെ പ്രതിഫലത്തിൽ ഒന്നായിട്ടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഉദ്യമമായ ക്യാപിറ്റലിൻ്റെ പ്രതിഫലമായിട്ടുമാണ് കാണപ്പെടുന്നത്. എന്നാൽ ലാഭത്തിൻ്റെ ഉത്ഭവം പല ഘടകങ്ങളിലൂടെയും വരുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും അസമത്വം, അതുപോലെ അഭിനവത്വം, അപൂർണത, ആശങ്കകൾ തുടങ്ങിയവ ലാഭത്തിൻ്റെ പ്രധാന ഉറവിടങ്ങളാണ്. ഇനി ലാഭത്തിൻ്റെ മറ്റ് പ്രധാന ഉറവിടങ്ങളാണ്. ഒന്ന്, സാധാരണ ലാഭം, അതായത് ഏറ്റവും കുറഞ്ഞ ലാഭം ഒരു സംരംഭകൻ പ്രതീക്ഷിക്കുമ്പോൾ അതാണ് സാധാരണ ലാഭം. രണ്ടാമത്തത് അസാധാരണ ലാഭം, വാസ്തവ ചെലവുകൾക്കപ്പുറം ഉണ്ടാകുന്ന ലാഭമാണ്. വാസ്തവത്തിലുണ്ടായ ചെലവിനേക്കാൾ കൂടുതലായി കിട്ടുന്ന ലാഭമാണ് അസാധാരണ ലാഭം. ഇങ്ങനെ രണ്ട് തരം ലാഭങ്ങളുണ്ട്. ഇനി അടുത്തതിൽ വരുന്നത് ബോംബാവർക്കിൻ്റെ തിയറി ഓഫ് ഇൻട്രസ്റ്റ്, ബോംബാവർക്സ് തിയറി ഓഫ് ഇൻട്രസ്റ്റ്, ബോംബാവർക്കിൻ്റെ പലിശ സിദ്ധാന്തം അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ബോംബാവർക്ക് എന്ന ഓസ്ട്രിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ പ്രധാന ചിന്തകനായിരുന്നു. അദ്ദേഹം പലിശ നിരക്ക്, മൂലധനം, സമയപരമായ മുൻഗണന തുടങ്ങിയ ആശയങ്ങളിലേക്ക് ആഴത്തിൽ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. ബോംബാവർക്കിൻ്റെ പലിശ സിദ്ധാന്തം എന്ന് പറയുന്നത് വ്യക്തിക്ക് തത്സമയത്തിനുള്ള സാധനങ്ങൾ ഭാവിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് വിലമതിക്കുന്നു എന്നതുള്ള ഒരു സമയ മുൻഗണന എന്നതിൻ്റെ ആധാര സാമ്പത്തിക സത്യം കൂടിയാണ്. ഇതാണ് താല്പര്യ നിരക്ക് അഥവാ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന കാരണവും ബോവർക്ക് പറഞ്ഞ 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, നിലവിലെ ആഗ്രഹങ്ങൾ ഭാവിയേക്കാൾ ശക്തമായിരിക്കും എന്നുള്ളത്. മറ്റൊന്ന്, ഭാവിയിലേക്കുള്ള അനിശ്ചിതത്വം, അതായത് ഭാവിയിൽ സാധനങ്ങൾ ലഭിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ, അങ്ങനെയുള്ള അനിശ്ചിതത്വം. അപ്പോൾ ഡിമാൻഡ് കൂടും. അതായത് അപ്പോൾ നിലവിലെ ആഗ്രഹങ്ങൾ ഭാവിയേക്കാൾ ശക്തം എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യന് ഇപ്പോഴുള്ള ആവശ്യങ്ങളാണ് അടിയന്തരം, അതാണ് ആദ്യം നിറവേറ്റാൻ ശ്രമിക്കുക. പിന്നെ ഭാവിയിലേക്കുള്ള ആഗ്രഹങ്ങളുണ്ടാവും, അതിൽ അനിശ്ചിതത്വമാണ്, എന്നാൽ അത് കിട്ടാൻ അപ്പോൾ സാധനം കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. പിന്നെ മൂന്നാമത്തത്, സമയബന്ധിത ഉൽപ്പാദനം, മൂലധനം കൂടുതൽ ഉൽപ്പാദനക്ഷമത നൽകുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ കൂടുതൽ സമയമെടുത്ത് നടത്തുന്ന ഉൽപ്പാദനക്രമം കൂടുതൽ ഫലപ്രദമാണ്. അതിനായി
അങ്ങനെ സമയമെടുത്ത് ചെയ്യുന്നത് കൊണ്ട് നിലവിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടാകും. അതിനാൽ തന്നെ നിലവിലുള്ള വസ്തുക്കൾക്ക് ഭാവിയിൽ ഇതിനേക്കാൾ കൂടുതൽ മൂല്യം ഉണ്ടാകുന്നു. ഇനി ബോംബ് വർക്കിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. വില, ഉപഭോഗം, കാലപരിധി എന്നിവയുമായി ബന്ധപ്പെടുത്തി ഇത് നവക്ലാസിക്കൽ ആശയത്തിൽ ഉൾപ്പെടുത്തി. അതാണ് ഒരു പ്രാധാന്യം. രണ്ടാമത്തത് മൂലധന നിക്ഷേപത്തിൻ്റെ ഉൽപ്പാദനക്ഷമതയെ വിശദീകരിക്കുന്നതിനാൽ മൂലധന സിദ്ധാന്തത്തിന് ഇത് ഒരു അടിസ്ഥാനമാണ്. പിന്നെ ഉപഭോക്താക്കളുടെ സമയാധിഷ്ഠിത തിരഞ്ഞെടുപ്പുകൾക്ക് ആധികാരികമായി വ്യാഖ്യാനം നൽകുന്നു എന്നുള്ളതുകൊണ്ട് ഉപഭോക്തൃ പെരുമാറ്റത്തിലെ കാലഘടകത്തെ ഇത് ഉൾപ്പെടുത്തി എന്നതും അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൽ നമുക്ക് ലാസ്റ്റ് നമ്മളോട് ചോദിക്കുകയാണ് ഫിഷേഴ്സ് തിയറി ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഫിഷറിൻ്റെ പലിശ സിദ്ധാന്തം. തൻ്റെ തിയറി ഓഫ് ഇൻട്രസ്റ്റ് 1930 പ്രസിദ്ധീകരിച്ച തിയറി ഓഫ് ഇൻട്രസ്റ്റ് എന്ന കൃതിയിലാണ് ഫിഷർ പലിശ നിരക്ക് നിർണ്ണയം 2 പ്രധാന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സമയ മുൻഗണന, മറ്റൊന്ന് നിക്ഷേപത്തിൻ്റെ ഉൽപ്പാദനക്ഷമത എന്ന്. അപ്പോൾ സമയ മുൻഗണന എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ ഇപ്പോഴത്തെ ഉപഭോഗം ഭാവിയിൽ ഇതിനേക്കാൾ കൂടുതൽ വിലമതിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ഇന്ന് ഒരു തുക കൈവശം വെക്കാൻ തയ്യാറാകണമെങ്കിൽ ഭാവിയിൽ അതിനേക്കാൾ കൂടുതലായ തുക പ്രതീക്ഷിക്കും എന്നതാണ് പലിശ നൽകാനുള്ള സാമൂഹിക ഉപഭോക്തൃ ചേരുവ. ഇനി നിക്ഷേപ ഉൽപ്പാദനക്ഷമത എന്ന് പറഞ്ഞാലോ, നിക്ഷേപിച്ച തുക ഉൽപ്പാദനത്തിലൂടെ ഭാവിയിൽ അധിക വരുമാനം സൃഷ്ടിക്കും. അപ്പോൾ ക്യാപിറ്റൽ ഉപയോഗിച്ച് കൂടുതൽ ഔട്ട്പുട്ട് ലഭിക്കുന്നതിൻ്റെ സാധ്യത പലിശ നിരക്ക് ഉയരാൻ കാരണമാകും. ഈ വ്യാപാര സംരംഭക ചേരുവയാണ് എന്ത്? നിക്ഷേപ ഉൽപ്പാദനക്ഷമത എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത്. 3 യൂണിറ്റായി. 4ാമത്തെ യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.